അതാ ഞങ്ങളും ചോദിക്കുന്നത്, ഇവിടെ നിയമങ്ങളൊന്നുമില്ല. ഇല്ലേ സാർ? ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ പൊസിഷനാണ് ഇപ്പം. ഇവിടെ ഇതിനകത്ത് മാത്രമല്ല, എയർലൈൻസിൽ ഇന്നലെ 3000 രൂപ ഉള്ള ഫ്ലൈറ്റ് ഇന്ന് ചെല്ലുമ്പോൾ 5000 എന്ന് പറയും. മലയാളികളുടെ യാത്ര കണക്കാക്കുമ്പോൾ വീക്കെൻഡ് തന്നെ ഒരു സീസൺ തന്നെയാണ്. ആ ഒരു ദൂരം കണക്കാക്കുമ്പോഴത്തേക്ക് നമ്മുടെ റെയിൽവേയിൽ നിന്ന് നമുക്ക് ഞായറാഴ്ച അവിടുന്ന് കയറി തിങ്കളാഴ്ച ഇവിടെ എത്തത്തക്ക രീതിയിലുള്ള സർവീസുകൾ വളരെ കുറവാണ്. സ്പെഷ്യൽ ട്രെയിനുകൾ യശ്വന്ത്പൂരിന് വരുന്ന എല്ലാം ഒരു ഡേ വിട്ടിട്ടാണ് വരുന്നത്. യശ്വന്ത്പുരം ട്രെയിനിന്റെ ലേഡീസ് കമ്പാർട്ട്മെന്റ് അവസ്ഥ വളരെ ശോചനീയാണ്. കാരണം അതിൽ ചിലപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കാണുകയില്ല. എന്നിട്ട് SLR എന്ന ഒരു ആട്ടിൻകൂട് പോലത്തെ സാധനത്തിൽ എല്ലാവരും അഭയം പ്രാപിക്കുകയാണ് പലപ്പോഴും കാണുന്നത്. അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്യാവശ്യമായിട്ട് ചെയ്യണമെന്ന് അധികൃതരോട് അപേക്ഷിക്കുകയാണ്. കർണാടക കേരള ബോർഡറിന്റെ മലബാർ ഏരിയയിലുള്ള തലശ്ശേരി ഭാഗത്തുള്ള അതിന്റെ ബോർഡറിൽ കൂട്ടുപുഴ പാലം 924 കണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അന്ന് അവർ കുതിരവണ്ടിക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് നമ്മളിപ്പോഴുള്ള പല വാഹനങ്ങൾ അതിനകത്ത് കൂടെ പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ അവസ്ഥ അവിടെ എത്തുമ്പോൾ ആ നെഞ്ചിടിപ്പ് മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല, ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യണം. ഇവിടെ റേറ്റിനെ പറ്റി, ബസ് റേറ്റ് കൂട്ടുന്നതിനെ പറ്റി ചോദിച്ചല്ലോ, അണ്ടർ വാട്ട് അതോറിറ്റിന്ന്. ആക്ച്വലി ഈ പറയുന്ന ബസ്സുകളെല്ലാം റെഗുലർ റൂട്ടിൽ ഓടുന്നതല്ല, വിത്തൗട്ട് ലൈസൻസ് ടൂറിസ്റ്റ് ബസ് ഓടുന്ന മാതിരിയാണ് ഓടുന്നത്. അതുകൊണ്ടാണ് അവർ കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ. ഞാൻ ന്യായീകരിക്കുമല്ല, ഞാൻ പറയുന്നത് ഇവിടെ ചോദിച്ചു അണ്ടർ വാട്ട് അതോറിറ്റിയും ചോദിച്ചല്ലോ എന്താ റൂൾ എന്നുള്ളത്. ഇതാണ് കാര്യം കിടപ്പത്. ഇതേ അവസ്ഥ കേരളത്തിൽ തന്നെയുണ്ട്. കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് വരുന്ന ബസ്സുകൾ സീസൺ സമയങ്ങളിൽ പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ബസ് എന്ന് പറഞ്ഞിട്ട് കൊള്ളയടിക്കുന്ന പരിപാടിയുണ്ട്. അതും നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബസ്സുകളിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. കോഴിക്കോട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വരുന്ന സീസൺ സമയത്ത് വരുന്ന, അതായത് ക്രിസ്മസ്, ഓണം തുടങ്ങിയ സമയങ്ങൾ വരുന്ന അവർ സ്പെഷ്യൽ ബസ് എന്ന് പറഞ്ഞിട്ട് 600 രൂപയാണെങ്കിൽ 1200 രൂപ ചാർജ് ചെയ്യുന്ന സംവിധാനം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള ബസ്സിന് അത് ഏകദേശം കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ വരെയുള്ള ദൂരമാണ്. അതിന് 600 രൂപ വാങ്ങുകയും അതേ ബസ്സിന് ബാംഗ്ലൂരിലേക്ക് 1200 രൂപ വാങ്ങുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടേക്കുള്ള ടാക്സ് കൂടുതലാണ്. ഇത് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളോ, രണ്ട് സർക്കാരും സ്റ്റേറ്റ് വണ്ടികളുടെ എണ്ണം കൂട്ടുക. കേരള ട്രാൻസ്പോർട്ടിന്റെ ഈ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ മലബാർ ഭാഗത്തേക്കോ ഉള്ള വാഹനങ്ങൾ അവയുടെ അവസ്ഥ എങ്ങനെയാണ്? 10 വണ്ടി കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. 10 വോള് വന്നത് 10 ബാംഗ്ലൂരിനാണ് വിട്ടത്. അതായത് 5 റൂട്ട് ഒന്നങ്ങോട്ട് ഇതില് നമ്പർ കൂട്ടണം. നമ്പർ കൂട്ടണം. ഈ 10 എന്നുള്ളതാക്കി 30-ഓ 40-ഓ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊള്ളയടി, പ്രൈവറ്റ് ബസ്സുകാരുടെ കൊള്ളയടി തീർച്ചയായിട്ടും നിൽക്കുന്നു. യാത്ര ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. എല്ലാ പ്രശ്നത്തിൻ്റെയും പുറകിൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട്. ഇവിടെ എന്താണ് യാത്രയെക്കുറിച്ചുള്ളത്? ഈ യാത്ര ചെയ്യാൻ പണവുമായിട്ട് കാത്തു നിൽക്കുന്നവർ ധാരാളമുണ്ട്. ഇതൊരു സാധ്യതയായിട്ട് കണക്കെടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു മേഖല വികസിപ്പിക്കുന്നില്ല? ഈ സാധ്യതയെക്കുറിച്ച് ഒരു 7 വർഷം മുമ്പ് ഞങ്ങളുടെ സംഘടന കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം തുടങ്ങുമ്പോൾ 8 ജോഡി ട്രെയിനുകളായിരുന്നു കേരളത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഇന്നത് 45 ജോഡി ട്രെയിനുകളാണ്. പക്ഷേ എന്നിട്ട് പോലും അത് സാധ്യമാകുന്നില്ല. ഇത് കേരളത്തിനെ കുറിച്ച് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ ഒരു സ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം മലയാളികളുടെ മാത്രം പ്രശ്നം ഇവിടുത്തെ പ്രശ്നമല്ല സാർ. ബാംഗ്ലൂർ മലയാളികളുടെ മാത്രം പ്രശ്നമല്ല. ഗവൺമെന്റുകൾ മാറി മാറി വന്നു. 8-9 മന്ത്രിമാർ ഡൽഹിയിൽ കസേരയിൽ മലയാളികളായിട്ടിരുന്നു. ഈ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഏത് മേഖലയിൽ നിന്നും, ഡൽഹിയിൽ നിന്നായാലും ബോംബെയിൽ നിന്നായാലും കർണാടകയിൽ നിന്നായാലും കൽക്കട്ടയിൽ നിന്നായാലും കേരളത്തിലെ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ മാത്രം യാതൊരു നടപടിയും എന്നും ഡൽഹി ഭരിക്കുന്ന ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആയാലും ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ ഒരു റെയിൽവേ മന്ത്രിയെ കിട്ടിയിരിക്കുന്നു. ഒരു മലയാളി ബന്ധമുള്ള ഒരു റെയിൽവേ മന്ത്രിയാണ് കർണാടകയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിലും ഞാനൊരു സംശയം പറഞ്ഞോട്ടെ സാർ. ഞാൻ രാഷ്ട്രീയമായിട്ട് സംസാരിക്കുകയല്ല. പണ്ടൊരു വേലു സാഹബ്, ഒരൊറ്റ മന്ത്രി, ഒരു സഹമന്ത്രി തമിഴ്നാടിന് വേണ്ടി സേലം ഡിവിഷൻ മുറിച്ചു മാറ്റിയപ്പോ കേരളത്തിൽ എന്താണ് ഗതി ഉണ്ടായെന്ന് നമുക്കറിഞ്ഞു. ഇനി ഇദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കർണാടകയിലെ ബാംഗ്ലൂരിലെ അനേകം മലയാളികൾ അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, അദ്ദേഹത്തോട് ഫോട്ടോ എടുക്കുന്നു, പത്രങ്ങളിലൊക്കെ വരുന്നു. റെയിൽവേ സബ് ഡിവിഷൻ മാനേജറെ കാണുന്നു. ഡിവിഷൻ മാനേജർ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കും, ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ടൈ എടുത്ത് കെട്ടിയിട്ട് തയ്യാറായിരുന്നു. എന്താ കൃഷ്ണകുമാർ ഫോട്ടോ എടുക്കാൻ വന്നാന്ന് വിചാരിച്ചു അദ്ദേഹം. കാരണം ആ സ്ഥിതിയാണ് നമുക്കിന്ന്. കേരളത്തിലേക്ക് നമ്മൾ നിരന്തരം വണ്ടികൾ അനുവദിക്കുന്നില്ല നമ്മൾ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കും ഓരോ ബജറ്റ് വരുമ്പോഴും. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന സംവിധാനങ്ങൾ അതിന് പര്യാപ്തമല്ല എന്നുള്ള കൂടി ഒരു പഠനമുണ്ട്. അതാരും പറയാറില്ല. നമ്മൾ വളരെ വൈകാരികമായി കരഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ ബജറ്റ് വരുമ്പം. 2 ദിവസത്തേക്ക് മറ്റൊരു ബലാത്സംഗ വാർത്ത വരുന്നവരെ മാത്രം.
യഥാർത്ഥത്തിൽ അവിടെ പാത ഇരട്ടിപ്പിക്കൽ വേണ്ടത്ര നടക്കാത്തത് കൊണ്ടാണ് കേരളത്തിലേക്ക് അത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതാരും പറയാറില്ല. അതൊരു വാസ്തവം തന്നെയാണ്. ആ വാസ്തവം അംഗീകരിച്ചുകൊണ്ട്, കാരണം ഇന്ന് കേരളത്തിൽ റോഡ് വികസനം ഇല്ല റെയിൽവേ വികസനം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എതിർക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ തിരിച്ചു വരുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണോ കർണാടക ഗവൺമെൻറ്റിൻ്റെ ആണോ അനാസ്ഥയെന്ന് ഡോക്ടർ അരുൺ ചോദിച്ചതിനോട് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി രാമലിംഗ റെഡ്ഡി മലയാളികൾക്കൊക്കെ ഒരു അഭിമന്യനായ ഒരു നേതാവാണ്. അദ്ദേഹം ഞങ്ങളുടെ ഈ സംഘടനയിൽ തന്നെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഞങ്ങൾ ഈ സബ്ജക്റ്റ് അവതരിക്കുകയും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ബസ് വേണമെന്ന് പറയൂ, അത് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ റോഡിൻ്റെ കാര്യം നിങ്ങൾ റോഡ് മിനിസ്റ്ററോട് സംസാരിക്കൂ. കൂടാതെ നിങ്ങളുടെ ഗവൺമെൻറ്റിലും അതുകൊണ്ട് റെസിപ്രോക്കേഷൻ വേ ആണ്. ഇവിടുന്ന് 10 ബസ് കൊടുത്താൽ അതേ സമയത്ത് അതേ സിസ്റ്റത്തിൽ 10 ബസ് ഇങ്ങോട്ടും കൊടുക്കണം എന്നാണ് അതിൻ്റെ സിസ്റ്റം എന്നാണ് സാർ അത് ആധികാരികമായിട്ട് പറയും. അങ്ങനെ ഒരു സിസ്റ്റം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. എത്ര ബസ് കൊടുക്കാനും ഞാൻ തയ്യാറാണെന്ന് ബഹുമാനപ്പെട്ട ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ രാമലിംഗ റെഡ്ഡി ഞങ്ങൾക്ക് വാക്കുതരികയുണ്ടായി. ഇവിടെ ഒത്തിരി ട്രാവൽ ഫോറങ്ങളും പല സംഘടനകളും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടെ ഒന്നിച്ചെന്ന് ഒരു ഏകോപന സമിതി ഉണ്ടാക്കി ഒന്നിച്ച് നിന്നാൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നേടിക്കൂടെ? എനിക്ക് പറയാനുള്ളത് കേരള SRTCയുടെ പരിതാപകരമായ ചില സ്ഥിതികളെ കുറിച്ചാണ്. നമുക്കുള്ളത് 10ഓളം സ്ലീപ്പർ വോൾവോ കം ബസ്സുകളാണ് കർണാടക SRTCക്ക് ഉള്ളത്. അതേസമയം കേരള SRTCക്ക് തൃശ്ശൂരേക്ക് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്നത് ഒറ്റ വോൾവോ ബസ്സാണുള്ളത്. പിന്നെ മറ്റുള്ള ബസ്സുകളുടെ അവസ്ഥ വളരെ പഴയ ബസ്സുകളാണ് എല്ലാം ഓടുന്നത്. നമുക്ക് പലപ്പോഴും ട്രാവൽ മൂട്ട പോലുള്ള ശല്യങ്ങളുള്ള പഴയ ബസ്സുകളാണ് ഓടുന്നത്. മാത്രമല്ല പല ബസ്സുകളും 5 മണിക്ക് മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. IT ക്രൗഡായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഓഫീസ് കഴിഞ്ഞ് പോകാൻ പറ്റാത്ത സമയത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷമെങ്കിലും ബാക്കിൽ നമ്മൾ ഒരു വെബ്സൈറ്റ് നമ്മൾ ചിത്രീകരിച്ചാൽ എങ്ങനെയായിരിക്കും, അതാണ് അതിൻ്റെ അവസ്ഥ. ഇന്ന് കാലത്ത് പോലും ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ടിക്കറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡൗൺ ആണ്. അതായത് ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഡൗൺ ആണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ 2 സ്ഥലങ്ങളുള്ളത്. ഒന്ന് നമ്മുടെ മെജസ്റ്റിക്കിലുള്ള ഒരു കൗണ്ടറും പിന്നെ അതുപോലെ തന്നെ മൈസൂർ സാറ്റലൈറ്റ് റോഡിലുള്ള ഒരു കൗണ്ടറും. ഇവിടെ 2 സ്ഥലത്തേക്കും 10-20 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഒരാൾക്കും എത്തിപ്പെടാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ടിക്കറ്റ് ലാപ്സ് ആയി പോകുന്നു. നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ ബേസിക് സംഭവങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് എൻ്റെ ഭാഗം. വളരെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്കൊന്നും 1000 റുപ്യ കൊടുത്ത് പക്ഷേ 1000-1500 കൊടുത്ത് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അവർക്കും ഓണവും വിഷുവും പെരുന്നാളൊക്കെ ഉണ്ട്. അവരുടെ യാത്രാ പ്രശ്നം ഒരാൾ ഇവിടെ ചർച്ച ചെയ്തില്ല. അതൊരു പ്രധാന വിഷയമാണ്. ഒരു 10% ഇല്ലെങ്കിൽ 25% ആൾക്കാർ വളരെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായം പറയുന്നത് ഈ റെയിൽവേ ട്രെയിനിൽ അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റ് കൂടുതലാണ്. കാരണം ഇവർക്കൊന്നും നേരത്തെ ബുക്ക് ചെയ്യാനുള്ള കാശുണ്ടാവില്ല, സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ KSRTC ബസ്സുകൾ കൂടുതൽ ഓടിക്കുക, അങ്ങനെ ചെയ്താൽ അവരെയും കൂടി സൗകര്യം ഉണ്ടാവുന്ന അഭിപ്രായം. ഓരോ KSRTC ബസിന്റെയും ടയറുകൾ ഊരി കട്ടപ്പുറത്ത് വയ്ക്കുന്ന അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ലാഭകരമായ റൂട്ടുകളിലേക്ക് സർവീസ് നടത്താൻ ഇനിയും KSRTCക്ക് മടിയുള്ളതുപോലെ ചർച്ച വെളിവാക്കുന്ന ഈ സത്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. ഒപ്പം അറിയേണ്ടത് ഒരു ഹൈടെക് ഡിജിറ്റൽ സൈബർ തലസ്ഥാനമായ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തപ്പുന്ന KSRTCയുടെ വെബ് ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള പരിതാപകരമായ അവസ്ഥയും കൂടിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയും അധികാരികളും അത് കാണുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ ചർച്ച ഞങ്ങൾ തുടരും. ചെറിയ ഇടവേള. ബാംഗ്ലൂർ നഗരം സാധ്യതകളുടെ നഗരമാണ്, ചിലവേറിയ നഗരം കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് തന്നെയാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരെ മലയാളികളുടെ ജീവിതം ചിലപ്പോൾ ദുസ്സഹമാകാറുണ്ട് ചിലവുകളുടെ കാര്യത്തിൽ. ശരിയാണോ എന്ന് അന്വേഷിക്കുന്നു കേരള സമ്മിറ്റിന്റെ ഈ അവസാന ഷാനിദ, എനിക്കൊന്നൊരു വീട്ടമ്മ എന്ന നിലയിൽ ചെലവുകൾ ഏറ്റവും കൂടുതൽ താങ്ങുന്നത് നിങ്ങളായിരിക്കുമല്ലോ. അതിന്റെ ഭാരം ബാംഗ്ലൂരിൽ പൊതുവെ എങ്ങനെയാണ് ജീവിത ചെലവ് കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? വിദ്യാഭ്യാസ രംഗത്ത് ചെലവ് കൂടുതലാണ്. പിന്നെ കമ്മ്യൂട്ടിങ്, ട്രാൻസ്പോർട്ടേഷൻ, അത് സമയച്ചെലവും ഫൈനാൻഷ്യൽ ചെലവും രണ്ടും കൂടുതൽ തന്നെയാണ്. മറ്റ് സാധനങ്ങൾക്ക് ഒരളവ് സിറ്റിയുടെ അളവ് അനുസരിച്ചിട്ടുള്ളൊരു വിലക്കയറ്റമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. മറ്റ് എല്ലാം നമുക്ക് ലഭ്യമാണെന്നുള്ളൊരു പ്ലസ് പോയിന്റാണ് ഞാൻ കാണുന്നത്. ഈ IT-കാർ വന്നാണോ ഇത്രയും കാശ് കൂട്ടാനുള്ള കാരണം? പൊതുവെ അങ്ങനെ പറയുന്നുണ്ട്. കൂടുതൽ അവർ സാലറി ഇടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അതൊരു ചായ കൊടുക്കുമ്പോൾ അതിന് 12 രൂപ ഈടാക്കുന്നു. അത് കഴിച്ചപ്പോൾ 38 രൂപയായി.
അത് IT-കാരോട് മാത്രം നമ്മൾ ഒരു സൈഡ് ലൈൻ ചെയ്യുന്നത് അത്ര നല്ലൊരു കാഴ്ചപ്പാടായിട്ട് ഞാൻ കാണുന്നില്ല. യെസ്, ഒരളവ് വരെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡിസ്പോസബിൾ എമൗണ്ട് അവരുടെ കയ്യിലുള്ളത് കാരണം അവരത് മടിക്കാതെ തന്നെ ചിലവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റു ആൾക്കാർ അത് ഫോളോ ചെയ്യാൻ ഫോഴ്സ്ഡ് ആണ്. അല്ല, അവരങ്ങനെ ചെലവ് ചെയ്യുന്നതുകൊണ്ട് ഈ ചായക്കട നടത്തുന്നവർക്കും കട നടത്തുന്നവർക്കും എല്ലാവർക്കും ഇൻകം കൂടി. അങ്ങനെ മൊത്തമായി ഇവിടെ ഇൻകം കൂടിയിട്ടുണ്ട്, ജീവിത ഉയർത്തിയിട്ടുണ്ട്. അല്ലാതെ അവരും ആ പൈസ എല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എവിടെ എത്തൂലല്ലോ. അവിടെ വ്യത്യസ്തമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 10 രൂപയുള്ളവനും ജീവിക്കാം, 100 രൂപയുള്ളവനും ജീവിക്കാം, 1 ലക്ഷം ഉള്ളവനും ഒരു ദിവസം ജീവിക്കാം. അതിനുള്ള സൗകര്യങ്ങൾ ബാംഗ്ലൂരിലുണ്ട്. അത് എങ്ങനെ നമ്മൾ ജീവിക്കുന്നു? ഒരു ചായ കുടിക്കാൻ 5 രൂപ കൊടുത്താലും കുടിക്കാം. വെളിയിൽ പോയി അതേ ചായ 250 രൂപയ്ക്കും കുടിക്കാം. ലീല പാലസിലോ അല്ലെങ്കിൽ താജ് റോയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതേ ചായ 250 രൂപയും കുടിക്കാം. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളാണ്. അതെങ്ങനെ വേണമെന്ന് ഈ പൈസയുടെ അനുപാതികം അനുസരിച്ച് നമ്മൾ തീരുമാനിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു രാജ്യമാണ് കർണാടക. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ സ്ഥാപനങ്ങൾ നടത്തുന്നതും വിദ്യാഭ്യാസ അഡ്മിഷൻസിന് വേണ്ടി. അതിനെപ്പറ്റി വളരെയധികം സംസാരിക്കാനുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമുള്ളത്, അദ്ദേഹം പറഞ്ഞു ബാംഗ്ലൂരിൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നേ പറയുന്നുള്ളൂ. ബാംഗ്ലൂരിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ അല്ല. എന്നാൽ കേരളത്തിലെ കുട്ടികൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യും ആദ്യമേ, എന്നിട്ട് ഇങ്ങോട്ട് പറക്കുകയാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ക്വാളിറ്റി, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇന്റർവ്യൂ ട്രെയിനിങ് നടത്തി. അപ്കാപാത്ത് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ ഞങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ് നടത്തി. ഇന്റർവ്യൂ ട്രെയിനിങ്ങിൽ MCA ഫൈനൽ ഇയർ പ്രൊജക്ട് ചെയ്യുന്ന കുട്ടിയോട് ചോദിച്ച വെരി ബേസിക് ക്വസ്റ്റ്യൻ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പറയുന്നില്ല, ബാംഗ്ലൂരിലെ എഞ്ചിനീയറിംഗ് അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജ് നിലവാരമാണ് പറയുന്നത്. വളരെ ബേസിക് ക്വസ്റ്റിന് പോലും കൃത്യമായ ഒരു ആൻസർ പറയാൻ അവർക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ ദുരരാജിനെ പറയാൻ പറ്റും ഇത്തരം കുട്ടികൾ നമ്മുടെ മുമ്പിൽ വരുന്നത് ബാംഗ്ലൂരിൽ കഴിഞ്ഞാൽ. ഞാൻ പറയുന്നത് ബാംഗ്ലൂർ എന്ന ഡെസ്റ്റിനേഷനിലേക്ക് വരുന്നതോടുകൂടി കുട്ടിയുടെ വിദ്യാഭ്യാസ നിലവാരമോ അറിവിൻ്റെ ആഴമോ വർദ്ധിക്കുന്നില്ല. മറിച്ച് 1 or 2 അല്ലെങ്കിൽ വളരെ എണ്ണപ്പെട്ട സ്ഥാപനങ്ങൾ നല്ലതുണ്ട്, അവിടെ കിട്ടിയാൽ കിട്ടി. അല്ലെങ്കിൽ അവർ വരുന്നത് നേരത്തെ പറയുന്ന ഒരു ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു പേരിന്റെ പേരിൽ മാത്രം ഇവിടേക്ക് വരികയും അത് കച്ചവടവൽക്കരിക്കപ്പെടുകയും. എന്റെ സംശയം ഇതാണ്, പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തെക്കാൾ മികച്ച വിദ്യാഭ്യാസം കർണാടക നൽകുന്നുണ്ടോ? നമ്പർ 1. നമ്പർ 2, അതല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണോ കർണാടകത്തിന്റെ മേഖല? ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഒരു പറ്റം വളരെ ഉയർന്ന ഫീസ് വാങ്ങുന്ന സ്കൂളുകൾ ഒരു പക്ഷേ കുറച്ചും കൂടെ മെച്ചപ്പെട്ട കെയർ കൊടുക്കുന്നുണ്ടായെങ്കിലും ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ വളരെ കുറഞ്ഞ വിലക്കുള്ള ഈവൻ പ്രൈവറ്റ് സ്കൂളുകളിൽ പോലും ഇതിൻ്റെ 10-1 ഫീസൊക്കെയാണ് പലയിടത്തും വാങ്ങുന്നത്. അവിടെ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അതും കേരളത്തിലെ വിദ്യാഭ്യാസം ബാംഗ്ലൂർ വിദ്യാഭ്യാസം മോശമാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമതായിട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇപ്പോൾ ഷഹീർ പറഞ്ഞ പോലെ വളരെ എണ്ണപ്പെടാവുന്ന ഇപ്പോൾ IISc പോലെയുള്ള വളരെ കുറച്ച് സ്ഥാപനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളും വളരെ എന്താ പറയുക കേരളത്തിൻ്റെ ഒരു ലെവലും എത്താൻ പറ്റുന്നത്. കാരണം കേരളത്തിലെ ഒരു കുട്ടി ഇംഗ്ലീഷ് വ്യക്തമായി പറയാൻ അറിയാത്തവനാണെങ്കിൽ പോലും അവന് ബേസിക് ആയിട്ടുള്ള കാര്യം ആൻസർ പറയാൻ ഇൻ്റർവ്യൂവിൽ പറ്റാറുണ്ട്. അത് കണ്ട് നമ്മൾ എടുക്കാറുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം കർണാടകത്തിൽ മെച്ചപ്പെട്ടതായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്. അക്കാഡമിക് പെർഫോമൻസ് അല്ലാതെ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് അത് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ മാർക്ക് അടിസ്ഥാനം ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ്. അതൊരു പഴയ കഥയാണ്. ഇപ്പൊ അവിടെയൊക്കെ ഗ്രേഡിംഗ് ആയി. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു കാര്യങ്ങളിൽ, അതായത് അക്കാഡമിക്സ് അല്ലാതെയുള്ള ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളം വളരെ പിന്നിലാണ് കർണാടകത്തെ പ്രൈമറി സ്കൂളുകൾ കമ്പയർ ചെയ്യുന്നത്. കർണാടകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചൂഷണം ചെയ്യുന്ന മലയാളികളെയാണ്. കാരണം പല മലയാളി വിദ്യാർത്ഥികളും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് അറ്റൻഡൻസ് കുറവാണ്, അതിന് ഇത്ര രൂപ ഫീസ് കെട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അതിന് ഇത്ര രൂപ ഫീസ് കെട്ടണം എന്നുള്ള രീതിയിൽ ഒരുമാതിരിയുള്ള ഫീസുകൾ വാങ്ങിയിട്ട് അവരെ ചൂഷണം ചെയ്യുന്ന കോളേജുകളാണ് കൂടുതൽ. അതുമാതിരി തന്നെ ഈ അടുത്തിടയ്ക്ക് മംഗലാപുരത്ത് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഇപ്പം മാർച്ച് 23-ാം തീയതി ക്രൂരമായ രീതിയിൽ മരണപ്പെട്ടു. ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോഗ്രാഫ് സോമേട്ടനറിയാം. സോമേട്ടൻ ഞങ്ങൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ് വളരെ കൃത്യമായിട്ട് കാണാണ്. കഴുത്ത് അറുത്ത കുട്ടി, ശരിക്കും ഒരു വെച്ച ഭാഗത്ത് ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും അവിടെ വീണിട്ടില്ല. പക്ഷെ ആ മെഡിക്കൽ കോളേജിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അതിനെ 24 മണിക്കൂർ കൊണ്ട് പോലീസ് FIR അത് ആക്സിഡൻ്റ് ആക്കി മാറ്റി. ഇപ്പം നമ്മളതിനെ COD അന്വേഷണം നടത്തണമെന്നും പറഞ്ഞ് നമ്മൾ ബഹുമാനപ്പെട്ട
മന്ത്രിക്ക് COD അന്വേഷണം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട്, പക്ഷേ ഇതൊന്നും എവിടെ എത്തില്ല. കാരണം ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ശ്രീ അലക്സാണ്ടർ, മലയാളിയുടെ ഈ അരക്ഷിതത്വ ബോധം ബാംഗ്ലൂർ നഗരത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കർണാടകയുടെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?